ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോറസ്റ്റ് ചോയ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ യാത്ര എങ്ങോട്ടാണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇതാ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. കിച്ചുവിന് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വേഗത്തിൽ റെഡി ആയിട്ട് ഇറങ്ങാണ്. പോകുന്നത് അത്യാവശ്യം നല്ല കുറച്ച് ദൂരേക്കാണ് കേട്ടോ. ദൂരയാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ടൂറാണോ മക്കളെയും കൊണ്ടൊക്കെ. ടൂറൊന്നുമല്ല കേട്ടോ നമ്മൾ പോകുന്നത്. ഏതായാലും ഇതാ മക്കളെയൊക്കെ റെഡിയാക്കി. അപ്പോൾ നിച്ചുവിന് ഡ്രസ്സൊക്കെ മാറി കൊടുത്തപ്പോൾ ആദ്യമേ അവൻ്റെ മാസ്ക് ഇടണം നിർബന്ധം. അപ്പോൾ അവന് പുതിയൊരു മാസ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇതാ എല്ലാവരും റെഡിയാവലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. അങ്ങനെ ഇതെല്ലാവരും റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മിന്നാക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് അവിടെ ബുക്കൊക്കെ അവൾ എടുത്തിട്ടുണ്ട്. വണ്ടിയിലിരുന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫോറസ്റ്റ് ചോയ്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതിലൊന്ന് കയറി നോക്കുക. എന്നിട്ട് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ആയപ്പോഴേക്കും നമ്മുടെ നിച്ചു ബേബി ഇങ്ങനെ ഉറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ അങ്ങാടിപ്പുറം പാലമാണ്. ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ റഷീഖാൻ്റെ ഏറ്റവും ചെറിയ സിസ്റ്റർ, അതായത് ഏറ്റവും ചെറിയ താത്താൻ്റെ മോളെ വീട്ടിലേക്കാണ്. അത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ചളവറ എന്ന് പറയുന്ന സ്ഥലത്താണ് അവളുടെ വീട്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരുപാട് കാലമായിട്ടുണ്ടാവും പോയിട്ട്. ഇപ്പോൾ ഒരു 4-5 വർഷത്തിന് ശേഷമാവും നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവളെ കൂടെ കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം ദൂരമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, നമ്മളെ നിച്ചു നല്ല ഉറക്കമാണ്. നമ്മൾ ഉച്ചയിറക്കേണ്ട സമയമാണല്ലോ നിച്ചു ഉച്ചയ്ക്ക് നല്ല അത്യാവശ്യം ഉറങ്ങുന്നില്ല. അപ്പോൾ അവൻ്റെ ഉറക്കമൊക്കെ ഇതാവണ്ടെന്ന് വെച്ചിട്ട് അവൻ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ ചെറുപ്പശ്ശേരി എന്ന സ്ഥലത്ത് എത്തിയിട്ട് നമ്മളെ കൂടെ ഇത്താത്തയും 2 ഇത്താത്തമാരും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നമ്മുടെ മിന്ന അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവിടെ വണ്ടി നിർത്തിയപ്പോഴത്തേക്കും നിച്ചുവിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. മടിയിലായതുകൊണ്ട് തന്നെ ഞങ്ങളെ സംസാരമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് എണീറ്റു അവന്. അങ്ങനെ അവരും വന്ന് നമ്മളിപ്പോൾ വീണ്ടും യാത്ര തുടർന്നിട്ട് ചെറുപ്പശ്ശേരിയിൽ നിന്നും അത്യാവശ്യം കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ. അങ്ങനെ അവരിതാ മുന്നിലുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്കാണ് കയറിയതും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കേട്ടോ. എത്ര ഷൂട്ട് ചെയ്താലും മതിയാവാത്ത സ്ഥലങ്ങൾ. പിന്നെ ഇപ്പം നമ്മളിതിൽ ഉൾക്കൊള്ളിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. നിങ്ങളൊന്നും ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് കണ്ടു, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഇതാണ് പാലസ് ഹെറിറ്റേജ് എന്ന് പറയുന്ന ഒരു ഹെറിറ്റേജാണ്. എന്താ പറയുക, ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെറുപ്പശ്ശേരി പിന്നെ നടന്മാരും സിനിമാ പ്രവർത്തകരൊക്കെ വരുമ്പോൾ അവരിതിനകത്താണ് താമസിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. നല്ല പച്ചപ്പ് വിരിച്ച് നിൽക്കുന്ന പാടെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ. അത്രക്ക് ഭംഗിയുള്ള സ്ഥലം. റഷീഖാൻ്റെ ചെറിയ താത്തയും ഹസ്ബൻഡും പിന്നെ 2ാമത്തെ താത്തയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ 2 മക്കളാണിത്.
അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് റഷീഖാൻ്റെ ഇത്താത്തമാർ കേട്ടോ. ഒന്ന് ചെറുതും ഒന്ന് രണ്ടാമത്തെ താത്തയും. ഇവരെ ഞാൻ മുന്നേ ഒരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങി അവളെ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് റിലാക്സ് ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വീടും പരിസരമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നിശ്ചയം അവിടെ ചെന്നിട്ട് കളിയൊന്നുമില്ല. ഇക്കാൻ്റെ അടുത്ത് തന്നെ കയറിയിരിക്കുമായിരുന്നു. വീടും പരിസരമൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള പ്ലേസാണ് കേട്ടോ. ഇത് അവളുടെ ചെറിയ മോളാണ്. അപ്പോൾ അവളും കിച്ചും കൂടെ ഒക്കെ കളിച്ചുകൊണ്ട് നടക്കായിരുന്നു. അപ്പോൾ ഇതാ വീടിൻ്റെ അടുത്ത് തന്നെ മുന്നിൽ തന്നെ ഒരു കനാലാണ്. അപ്പോൾ അതിലിപ്പോൾ വെള്ളമൊന്നുമില്ല, അത്യാവശ്യം നല്ല വലിയ കനാലാണ്, പക്ഷേ വെള്ളമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അവിടെ ഒരു പശു ഉണ്ട്. അതിനെ കണ്ടിട്ടാണ് നിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. പക്ഷെ അവന് പേടിയാണ് കേട്ടോ. പശുവിനെ കണ്ടിട്ട് ഇക്കാൻ്റെ മേലെ നിന്ന് ഇറങ്ങാണ്ട് അതുമ്മ തിണ്ടിൻ്റെ മുകളിൽ മതിലിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് അവനെ കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് സമ്മതിക്കുന്നില്ല. അവനതിനെ കണ്ടിട്ട് പേടി. അപ്പോൾ പശുവിനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിൽ അതാ വേറൊരു സംഭവം, ഒരു നല്ല ഭംഗിയുള്ളൊരു മയിൽ. ഞങ്ങളെല്ലാവരും കൂടെ മയിലെന്നും പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്ക് ഓടിച്ചിരുന്നപ്പോൾ അത് പേടിച്ച് ഓടിയിട്ടോ. അങ്ങനെ അവർ ഫുഡൊക്കെ എടുത്തു വെച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർ ഫുഡൊക്കെ എടുത്തു വെച്ചു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരുപാട് സമയം സംസാരിച്ച് ഇരുന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ ഇരുട്ടാവുന്നത് കൊണ്ട് തന്നെ പിന്നെ വേഗത്തിൽ ഇരുട്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് വരുമ്പോഴൊക്കെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ നിർത്തിയിട്ട് നല്ല ഭംഗിയുള്ള വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ലോണം ഇരുട്ടായിപ്പോയി. പിന്നെ കൂടുതലൊന്നും വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുള്ള ആകാശം അല്ലേ. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം നിർത്തിയിട്ട് അതൊന്ന് എടുത്തു. നമ്മളെ പാടത്ത്, ഒഴിഞ്ഞ പാടത്തുള്ള ആകാശമാണിത്. എത്ര കളറിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ഹെറിറ്റേജാണ്. ഇപ്പോൾ ഹെറിറ്റേജിൻ്റെ നൈറ്റ് വ്യൂ ആണത്. ഇപ്പോൾ റോഡ് അത്യാവശ്യം നല്ലതായതുകൊണ്ട് തന്നെ വണ്ടി ഇങ്ങനെ ചെറുക്കിയത് വീഡിയോ ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം നിർത്തി വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. കാരണം ഞാൻ തിരിച്ചു പോകുമ്പോൾ ഇത്താത്തമാരുടെ വീട്ടിലൊക്കെ കയറണം. ഏതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ വരുന്ന വഴിയിലാണ് കേട്ടോ അവരുടെ വീട്. അങ്ങനെ ഇപ്പോൾ ഇതാ രണ്ടാമത്തെ താത്താൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ. ഈ താത്താൻ്റെ വീട് മുതുകുറിശി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതും പാലക്കാട് ഡിസ്ട്രിക്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ എത്തി. ഇത് നമ്മുടെ അനുക്കുട്ടൻ താത്താൻ്റെ മോളുടെ മോനാണ്. അവന് കിച്ചുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നിട്ട്. കിച്ചുവിൻ്റെ ബാക്കിയാണ് അവന്. അപ്പോൾ കിച്ചുവിനെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം കാണല്ലേ. പിന്നെ ഇതാ അവളുടെ രണ്ടാമത്തെ മോളാണ്, രണ്ടാമത്തെ കുട്ടിയാണ് മാഷക്കുട്ടി. അനു മാഷ ആൻഡ് ദി ബെയർ പറഞ്ഞ കാർട്ടൂണിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതിനൊരു അനിയത്തി ഉണ്ടായപ്പോൾ അതിന് മാഷ എന്ന് പേരിട്ടു. പക്ഷെ മാഷ പേരിട്ടെങ്കിലും മാഷാൻ്റെ കുസൃതി ഒന്നുമില്ല കേട്ടോ. ആൾ പാവാണ്. അങ്ങനെ നമ്മുടെ നിച്ചും കിച്ചുമൊക്കെ അവിടെയുള്ള വണ്ടികളൊക്കെ കൊണ്ടിട്ട് നല്ല കളിയാണ്. അവർക്കൊന്നും തിരിച്ചു പോരാനൊരു കൂട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നല്ലതൊന്നും വൈകിയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അധികം സമയമൊന്നും അവിടെ നിന്നിട്ടില്ല. പെട്ടെന്ന് തിരിച്ചു പോരാനുള്ള പദ്ധതിയിലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഇത്താത്താൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് എടുക്കട്ടെ വിചാരിച്ച്. അതായത് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് ശേഷം ഒരുപാട് ചെടികളൊക്കെ ഇത്താത്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ താത്ത ഇതൊക്കെ പറിച്ചു തന്നു ഒരുപാട്. അപ്പോൾ ഇത്താത്ത പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് ചെടിയല്ല, നമ്മളെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഏതായാലും പ്ലാന്റ് ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണ സമയമാണല്ലോ എല്ലാവരും. അപ്പം അതുപോലെ താത്തിൻ തോട്ടത്തിൽ നിന്നൊക്കെ പറിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒരു അത്യാവശ്യം നല്ല ഒരു വെടിക്കുള്ള ചെടിയൊക്കെ താത്താൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം താത്താൻ്റെ ചെടികളൊക്കെ എനിക്കിങ്ങനെ പരിചയപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
പിന്നെ ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്. നല്ല ഭംഗിയുണ്ട്, അതിൻ്റെ കളറ് കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ല ഇഷ്ടമായി. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. അതിൻ്റെ 3 കളറിലുള്ള ചെടികളുണ്ടായിട്ട്, റെഡും ഒരു യെല്ലോ പോലത്തെ ഒരു കളറും പിന്നെ ഇതും. പിന്നെ എന്താ ഇത് വേറെ ഒരെണ്ണം. അങ്ങനെ എല്ലാത്തിമന്നും ഓരോ പീസ് എടുത്ത് അത്യാവശ്യം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഓരോന്ന് പൊട്ടിച്ചെടുക്കുന്നത് കണ്ടിട്ട് നിച്ചും അതുമെന്ന് പോയിട്ടൊരു പീസ് എടുത്ത് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ കിച്ചും അനുവും ഇവിടെ നല്ല കളിയിലാണ്. അത് കണ്ട് മാഷക്കുട്ടി സ്റ്റക്കായിട്ട് നിൽക്കുക കേട്ടോ, അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അങ്ങനെ നമ്മളവിടെ തിരിച്ചു പോന്നു. ഇതാ നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിലോട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ താത്താൻ്റെ വീടാണത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ വന്നതും നേരെ ഇത്താത്ത ഒരു സ്ക്വാഷ് തന്നു. അതായത് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷാണ് കുടിച്ചത്. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ വലിയ ഒരു ശേഖരം തന്നെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമ്മളിതാ മുകളിൽ ടെറസിൻ്റെ മുകളിൽ വലിയൊരു പന്തലൊക്കെ ഇട്ട് മാഷാല്ല പാഷൻ ഫ്രൂട്ട് നിറയെ കായുണ്ട് കേട്ടോ. അപ്പോൾ താഴെയാണിത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ താഴെ ഫുള്ള് വലിയൊരു ലോകം തന്നെ ആയിട്ട് പിന്നെ അതിൻ്റെ ബാക്കി മുകളിലോട്ട് പടർത്തിയതാണ്. തൻ്റെ ഹസ്ബൻഡാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. നിറയെ കായും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടിട്ടും മതി വരില്ല എന്ന് പറഞ്ഞില്ലേ, അതാണ് അവസ്ഥ. അത് വലിയൊരു കൂടാരം പോലെ. ഞങ്ങൾ കണ്ടതും നമ്മൾ ഞെട്ടിപ്പോയിട്ട്, അത്രയും വലിയൊരു സംഭവമാണെന്ന് നമുക്ക് കണ്ടിട്ട് മതിയാവണില്ല. പക്ഷെ രാത്രി ആയതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല. എന്നാലും വീഡിയോ എടുക്കാതെ കഴിഞ്ഞില്ല ഇത് കണ്ടപ്പോൾ. മുറ്റം കിച്ചൻ്റെ ഭാഗം മൊത്തം നിറഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം മുകളിലേക്ക് കയറ്റിയതാണ്. മുകളിലും ഇപ്പോൾ വലിയൊരു പന്തലായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതൊക്കെ അവിടെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലൈറ്റിന് അത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഇത്തരം എമർജൻസി ഒക്കെ എടുത്തിട്ട് കത്തിച്ച് തരികയാണ്. ഇത് നമ്മുടെ ആയിഷക്കുട്ടിയുടെ കൈ വീണിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ താഴെ ഭാഗമൊക്കെ അത് കാണിച്ചത് കേട്ടോ. ഇത് കിച്ചൻ്റെ മുൻഭാഗമാണ്. കിച്ചൻ്റെ മുൻഭാഗം സോറി ഇട്ട് രാത്രി ആയതുകൊണ്ട് അത്ര പെർഫെക്റ്റ് അല്ല. എന്നാലും എനിക്കിത് എടുത്തിട്ട് നിങ്ങളെ കാണിക്കണം എന്നൊരു അതുകൊണ്ടാണ് ഇത്രയെങ്കിലും എടുത്തത് കേട്ടോ. നമ്മൾക്ക് എത്ര കണ്ടാലും മതി വരില്ല. അതിനകത്തുനിന്ന് അങ്ങോട്ട് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. വീണ്ടും ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇത് പറയായിരുന്നു, ഇപ്പുറ സൈഡിക്ക് കായൊന്നും ഉണ്ടായിട്ടില്ല, അപ്പുറത്തേക്ക് ഇങ്ങനെ പടർന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയായിരുന്നു. പിന്നെ നിറയെ കായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഒന്നും അവർക്ക് ഉപയോഗത്തിന് കിട്ടണില്ല കേട്ടോ. അത് ഒന്ന് പിന്നെ നിറയെ എലികൾ വന്നിട്ട് ഇതൊക്കെ പടച്ചിട്ട് വേസ്റ്റ് ആക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കുരങ്ങിൻ്റെ ശല്യം കൂടെ ഉണ്ട്. കുരങ്ങന്മാരും കൂടെ വന്നിട്ട് അവരും എല്ലാം പറിച്ചെറിഞ്ഞിട്ടും വേസ്റ്റ് ആക്കുന്നുണ്ട്. എന്നാലും ഇത്രയും കായ കണ്ടപ്പോൾ ഒഴിവാക്കാൻ തോന്നാനിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. കാരണം അത്യാവശ്യം നല്ല കായ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒഴിവാക്കാനും വള്ളിയൊന്നും ഒഴിവാക്കാനും തോന്നാനിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. അധികം ഒന്നും നന്നായിട്ടൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ പന്തലിനകത്ത് കയറുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. നല്ലൊരു സുഖം, തണുപ്പും നല്ലൊരു കാറ്റും. അങ്ങനെ അത് കണ്ടിട്ടും മതിയാവാതെ ഒരുപാട് സമയം നമ്മളവിടെ ചുറ്റിക്കറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. രാത്രി നല്ല പോലെ വൈകിട്ടുണ്ടായിരുന്നു.
മക്കളൊക്കെ അവിടെ നല്ല കളിയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി തന്നെ അവിടുന്ന് ഒരുപാട് ചെടികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും 2 ഭാഗത്തുനിന്നും കൂടെ ചെടികൾ പെറുക്കി ഏകദേശം ഒരു വെടിക്കുള്ള ചെടിയായിട്ടുണ്ട്. പിന്നെ താത്താൻ്റെ അടുത്ത് പഴുത്ത പഴം ഉണ്ടായിരുന്നു, അതെടുത്തുന്നു. അങ്ങനെ നമ്മുടെ വണ്ടി ഏകദേശം ഡിക്കൊക്കെ നിറച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങിയപ്പോൾ നല്ല പോലെ വൈകിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് എത്തിയപ്പോഴൊക്കെ ഒരുപാട് വൈകി. പിന്നെ പിറ്റേ ദിവസം കുട്ടികൾക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്തേക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.